കേരള ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രി കേന്ദ്രവുമായി ആലോചിച്ച് സിൽവർ ലൈൻ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. കേരള ജനത ഒന്നാകെ തള്ളിക്കളഞ്ഞ, കേരളത്തിൻ്റെ പരിസ്ഥിതിയെ ബാധിക്കുന്ന, കടക്കണിയിലായിരിക്കുന്ന കേരളത്തെ വീണ്ടും കടക്കണിയിലേക്ക് തള്ളിവിടുന്ന സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുവാൻ സമരസമിതി ഒരു കാരണവശാലും അനുവദിക്കുകയില്ല. കേരള ജനതയുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട്, സമരസമിതിയുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് സിൽവർ ലൈൻ പദ്ധതി, കേരളത്തിന് ആവശ്യമില്ലാത്ത ഈ പദ്ധതി ഈ സർക്കാർ പിൻവലിക്കുകയാണ് തൽക്കാലം ചെയ്യേണ്ടത്. 2021 ഓഗസ്റ്റ് 18-നും 2021 ഒക്ടോബർ 30-നും സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി സാമൂഹ്യ ആഘാത പഠനത്തിന് വേണ്ടി നിർദ്ദിഷ്ട പാത കടന്നു പോകുന്ന 11 ജില്ലകളിലെ 532 കിലോമീറ്റർ പ്രദേശത്തെ 1/2 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളുടെ ബ്ലോക്ക് നമ്പറുകളും സർവേ നമ്പറുകളും ഉൾപ്പെടുത്തി ഇറക്കിയ സർക്കുലർ പിൻവലിച്ച് കേരള ജനതയ്ക്ക് ആവശ്യമില്ലാത്ത ഈ പദ്ധതി ഉപേക്ഷിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നും, അല്ലാത്തപക്ഷം സമരസമിതി ശക്തമായ സമരവുമായി മുന്നോട്ട് പോയി ഈ പദ്ധതിയെ കേരളത്തിൽ നിന്ന് തുടച്ചു മാറ്റുവാനായിട്ട് പരിശ്രമിക്കുമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കും.